നമസ്കാരം. ഏഷ്യനെറ്റ് പ്ലസ് ഫോക്കസിൻ്റെ ന്യൂസിലൻഡ് അധ്യായങ്ങളിലേക്ക് ഏവർക്കും ഹാർദവമായ സ്വാഗതം. 2014 ന്യൂസിലൻഡിൽ ഒരു സ്റ്റുഡൻറ്റ് വരുന്നു. നമ്മളെല്ലാവരും സ്റ്റുഡൻറ്റ് വിസയിൽ വരുമ്പോൾ ആദ്യം തന്നെ നോക്കുന്നത് നമ്മുടെ ചുറ്റും ഒരു മലയാളി റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നെങ്കിൽ എന്നല്ലേ. പുള്ളി നോക്കിയപ്പോൾ ഇവിടെ ചുറ്റൊന്നും റെസ്റ്റോറൻറ്റ് ഇല്ല. പുള്ളി അതിൻ്റെ സാധ്യത കണ്ടുപിടിച്ച് 2017 ആയപ്പോഴത്തേക്കും സ്വന്തമായി ഒരു റെസ്റ്റോറൻറ്റ് ഡെവലപ്പ് ചെയ്യുന്നു. നമ്മുടെ സ്വന്തം ബിരിയാണിയും പൊറോട്ടയും ബീഫും ചിക്കനും എല്ലാം കിട്ടുന്ന ഒരു റെസ്റ്റോറൻറ്റ്. ആ റെസ്റ്റോറൻറ്റിൻ്റെ വിശേഷങ്ങളിലേക്കാണ് ഇന്ന് ഞാൻ നിങ്ങളെ കൊണ്ടുവന്നിരിക്കുന്നത്. അറിയാം കൊഡൂസ് കിച്ചൺ കിങ്സ്ലാൻഡിലെ വിശേഷങ്ങൾ. നാട്ടിലെ രുചിക്കൂട്ടുകളെല്ലാം നമ്മുടെ മലയാളികൾക്ക് വേണ്ടി സമ്മാനിച്ച നമ്മുടെ അനീഷ് കൊഡൂർ കിച്ചൺസിൻ്റെ ഓണർ. അനീഷ് ഏട്ടാ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമായിരിക്കുന്നറിയാം. ഞാൻ 2014 ന്യൂസിലാൻഡിൽ വരുന്ന ആസ് എ സ്റ്റുഡൻറ്റ്. ഹാമിൽട്ടണിലോട്ടാണ് വന്നത്. ഇൻടെക്കിൽ ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ ബിസിനസ് സ്റ്റഡീസ് കംപ്ലീറ്റ് ചെയ്തു. അതിനുശേഷം എല്ലാവരും ചെയ്യുന്നത് പോലെ എനിക്ക് ഒരു വാട്ടർ കൂളർ കമ്പനിയിൽ, ജസ്റ്റ് വാട്ടർ എന്ന പേരിലുള്ള ഒരു വാട്ടർ കൂളർ കമ്പനിയിൽ എനിക്ക് സെയിൽസ് മാനേജറായി ജോലി കിട്ടുന്നു. അറിയാമല്ലോ. അതിനുശേഷം ഞാൻ വരുന്നത് മലബാർ ഏരിയയിൽ നിന്നാണ്. കാരണം ഫുഡിൻ്റെ ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് ഫുഡിൻ്റെ ഒരു ഏരിയ തന്നെയാണ് മലബാർ. തീർച്ചയായും. അപ്പോൾ എനിക്ക് ഇവിടെ വന്നിട്ട് മിസ് ചെയ്തത് അത്തരത്തിലുള്ള ഫുഡുകളായിരുന്നു. നമ്മൾ ആ സമയത്ത് റെസ്റ്റോറൻറ്റിൽ പോകുമ്പോഴും എനിക്ക് ഒതൻറ്റിക് ആയിട്ടുള്ള ഒരു ടേസ്റ്റ്, എസ്പെഷ്യലി മലബാർ ബിരിയാണി ഒന്നും എനിക്ക് എവിടെയും കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കത് നന്നായിട്ട് മിസ് ചെയ്തിരുന്നു. പിന്നെ ബിസിനസ് തന്നെയായിരുന്നു എപ്പോഴും ഐഡിയയിലുണ്ടായിരുന്നത്. പിന്നെ അറിയാവുന്ന ഒരു മേഖല എന്ന് പറഞ്ഞാൽ കുറച്ച് കുക്കിംഗ് അറിയായിരുന്നു. റെസ്റ്റോറൻറ്റ് ഫീൽഡിൽ എക്സ്പീരിയൻസ്ഡ് അല്ലെങ്കിൽ പോലും കുറച്ച് കുക്കിംഗ് അറിയായിരുന്നു. നല്ല രീതിയിൽ കുക്ക് ചെയ്യുമായിരുന്നു ചെറുപ്പം മുതൽ. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ഹോസ്പിറ്റാലിറ്റി, ഈ ഒരു മേഖലയിലേക്ക് തിരിഞ്ഞു. അപ്പം നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്തത് ഒരു ഫിഷ് ആൻഡ് ചിപ്സ് ബർഗർ ഷോപ്പായിരുന്നു ഹാമിൽട്ടണിൽ. പിന്നെ അത് ഗ്രാജുവലി നമ്മളത് നമ്മുടെ ഫുഡ് എന്തുകൊണ്ട് നമുക്ക് നമ്മളേതായിട്ടുള്ള ഫുഡ് അതിൽ ആഡ് ചെയ്തുകൂടാ എന്നുള്ളൊരു തോട്ട് വരികയും പിന്നെ അങ്ങനെ അത് ഗ്രാജുവലി നമ്മളെ ഓരോ മെനു ആയിട്ട് ആഡ് ചെയ്ത് ഇവഞ്ച്വലി അതൊരു കേരള ടേക്ക് അവേ ആയിട്ട്, ഒതൻറ്റിക് കേരള ടേക്ക് അവേ ആയിട്ട് മാറുകയാണ് ചെയ്തത്. ഓക്കെ, അതായിരുന്നു ഇതിൻ്റെ പുറകിലുള്ളൊരു സ്റ്റോറി. ഇപ്പോഴും നമ്മൾ ഒരു ട്രഡീഷണൽ വേ ഓഫ് കുക്കിംഗ് ആണ് ഫോളോ ചെയ്യുന്നത്. ഇതിൻ്റെ ഒതൻറ്റിസിറ്റി കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് നമുക്ക് ഈ ഇവിടുത്തെ ഒരു പരിമിതികളുടെ ഉള്ളിൽ നിന്ന് ചെയ്യാൻ പറ്റുമെന്ന് ഇതിൻ്റെ മാക്സിമം നമ്മൾ ചെയ്തിട്ട് അതിൻ്റെ ഒരു ഒതൻറ്റിസിറ്റി കീപ്പ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിലെ ഭക്ഷണത്തിൻ്റെ സ്മെല്ലടിക്കുമ്പോഴാണല്ലോ അല്ലേ നമ്മുടെ വായിൽ കൊതി ഊറുന്ന പോലത്തെ ആ ഒരു ക്രേവിങ് വരുന്നത്. നമ്മുടെ ഈ റെസ്റ്റോറൻറ്റിൽ കയറിയപ്പോൾ തന്നെ എനിക്കും ആ ഒരു ക്രേവിങ് വന്നു തുടങ്ങിയിട്ടുണ്ട്. അതെ അതെ അതെ, തീർച്ചയായും. കൊഡൂസ് കിച്ചണിലെ അടിപൊളി ഫുഡ് ഡൈനിങ്ങും ടേക്ക് അവേ അല്ലാതെ വേറെ എന്തൊക്കെ സർവീസസാണ് നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത്? നമ്മൾ കാറ്ററിംഗ് ചെയ്യുന്നുണ്ട്. പാർട്ടി ഓർഡേഴ്സ്, ബർത്ത്ഡേ ഫംഗ്ഷൻസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാറുണ്ട്. പിന്നെ ബുഫേ ഉണ്ടാവാറുണ്ട് നമുക്ക് വീക്കിലി. പിന്നെ ഏതെങ്കിലും കസ്റ്റമേഴ്സൊക്കെ അവർക്ക് ആർക്കെങ്കിലും സർപ്രൈസ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ബർത്ത്ഡേക്കൊക്കെ സർപ്രൈസ് ആയിട്ട് അവർക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആ കേക്കും കാര്യങ്ങളൊക്കെ നമ്മൾ അറേഞ്ച് ചെയ്തിട്ട് അങ്ങനെ ഒരു സർപ്രൈസ് കൊടുക്കാറുണ്ട്. ഇന്റർവ്യൂ നമുക്ക് നമ്മളെ ടീമിനെ ഒന്ന് പരിചയപ്പെട്ടാൽ. ഷാഫ്സ് ജസ്റ്റിൻ, ശരൺ, ബേസിൽ, അത് നാരായണേട്ടൻ. ഞങ്ങളെ ടീമിലെ കുറച്ച് മുതിർന്ന ആളാണ്. അപ്പോൾ ജസ്റ്റിനാണ് എല്ലാവരും അത്യാവശ്യം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഷെഫ്സാണ്. ജസ്റ്റിനാണ് നമ്മുടെ മെയിനായിട്ട് ബിരിയാണി, പിന്നെ അലാക്കാട്ട അടിച്ചു കൊടുക്കുന്ന ഓർഡർ, പാർട്ടി ഓർഡർ ഇതെല്ലാം ചെയ്യുന്നത് ജസ്റ്റിനാണ്. എസ്പെഷ്യലി ബിരിയാണിയിലാണ് ജസ്റ്റിൻ, ബിരിയാണിയും കറികളിലാണ്. പിന്നെ ജസ്റ്റിൻ അങ്ങോട്ട് കൊല്ലം ഭാഗത്തു നിന്നാണ്. പിന്നെ അവിടുത്തെ കുറച്ച് ഐറ്റംസ് കൂടെ ജസ്റ്റിൻ ചെയ്യാറുണ്ട്. ശരുൺ മലപ്പുറത്തു നിന്നാണ്. ശരുൺ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്ന മന്തിയിലാണ്. മന്തിയാണ് പുള്ളിയുടെ ഒരു മെയിൻ ഡിഷ് എന്ന് പറയുന്നത്. ഇത് ബേസിൽ പൊറോട്ട, ആലാക്കാട്ട അടിച്ചു കൊടുക്കുന്നുണ്ട്. ഇവർക്ക് എല്ലാവർക്കും ബേസിക്കലി എല്ലാ കാര്യങ്ങളും അറിയാം, എല്ലാം ചെയ്യും.
ഇത് നാരായണേട്ടൻ ഒരു മലപ്പുറത്താണ്. ഇവിടെ സ്നാക്സ് കൂടുതൽ ചെയ്യുന്നത് പഴംപൊരി. ഇപ്പോൾ നിങ്ങൾ കഴിക്കാൻ പോണ പഴംപൊരി, പരിപ്പുവട, അങ്ങനെയുള്ള എല്ലാ ഐറ്റംസ് ഉണ്ടാക്കുന്നത്. ഓക്കെ. എങ്ങനെയുണ്ട് കൊടൂസ് കിച്ചന്റെ ഫുഡ്? എന്താണ് ഇന്നത്തെ സ്പെഷ്യൽ നിങ്ങൾ ട്രൈ ചെയ്യുന്നത്? നാട്ടിലെ ബിരിയാണിയാണ്, മലബാർ, കണ്ണൂരിനാണ്. ഓക്കെ സെയിം ടേസ്റ്റുള്ള ബിരിയാണി. ഓക്കെ, നമ്മുടെ മലബാറി ബിരിയാണിയുടെ എല്ലാം എത്ര റേറ്റിംഗ് കൊടുക്കും ചുമ്മാ ചോദിക്കുവാണെങ്കിൽ? 10/10. ഓക്കെ. പ്രിയ പറഞ്ഞിട്ടുള്ള ഫിഷ് പൊള്ളിച്ചത് വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഫിഷ് പൊള്ളിച്ചത്. അടിപൊളി. ബേസിക്കലി ഒരു സീ ഫുഡ് ലവറാണോ പ്രിയ? ഓഫ് കോഴ്സ്. അതെ. എങ്ങനെയുണ്ട്? അടിപൊളി, ഒരു രക്ഷയില്ല. എന്താണ് സ്പെഷ്യൽ എന്ന് ഓർഡർ ചെയ്തത്? ഇന്ന് മന്തി, പൊമ്പാനോ മന്തി. ഓക്കെ. മന്തി ഫാൻ ആണോ? മന്തി ഫാനാണ്. എല്ലാ പ്രാവശ്യം ഇവിടെ നിന്ന് മന്തിയാണ് കഴിക്കാറ്. ഇന്ന് സ്പെഷ്യലായിട്ട് പൊമ്പാനോ മന്തി ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഓക്കെ. നാട്ടിലെ മന്തിയുടെ അത്ര എത്തുന്നുണ്ടോ നമ്മുടെ ഇവിടുത്തെ മന്തി? നാട്ടിലെ ടേസ്റ്റ് തന്നെയാണ്. അടിപൊളിയാണ്. സ്ഥിരം കസ്റ്റമറാണ്. അതെയോ? ഓക്കെ. ഓറഞ്ചിന്റെ കളറാ സത്യം പറഞ്ഞാൽ എന്നെ അട്രാക്ട് ചെയ്തത്. ബ്ലഡ് ഓറഞ്ച്. പക്ഷേ ഇറ്റ്സ് ഓക്കെ അനീഷേട്ട, എനിക്ക് മൂന്നും കുടിക്കാമല്ലോ അല്ലേ? തീർച്ചയായിട്ടും. ഈ ഇത്രയും സമയം അനീഷേട്ടൻ്റെയും മനീഷേട്ടൻ്റെ ഈ സ്ഥാപനത്തിലും ചെലവഴിച്ചപ്പോൾ ഞങ്ങൾക്ക് തന്നെ അത് മനസ്സിലായി എങ്ങനെയാണ് ചേട്ടൻ ഇങ്ങനെ ഒരു സാമ്രാജ്യം എന്ന് പറയാലോ അല്ലേ? സാമ്രാജ്യം എന്ന് പറയാൻ ആയിട്ടില്ല, ഇതൊരു ചെറിയ തുടക്കം മാത്രമാണ്. തുടക്കം. അതെ, ചേട്ടൻ്റെ ഈ കൊച്ചു ആഗ്രഹം, ഡ്രീം കം ട്രൂ മൊമെന്റ് ആയിരുന്നു ചേട്ടൻ്റെ സ്റ്റാഫ്സ്. ഇതൊരു ഫാമിലി പോലെയാണ് ചേട്ടന്. തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും ഇത് കണ്ടപ്പോൾ ഒത്തിരി പ്രേക്ഷകർക്ക് തന്നെ ഒരു മോട്ടിവേഷൻ തുടങ്ങിയിട്ടുണ്ട്. നത്തിങ് ഇസ് ഇമ്പോസിബിൾ എന്നൊരു കാര്യം കൂടെ സത്യം പറഞ്ഞാൽ അനീഷേട്ടൻ്റെ ഈ ഒരു ജേർണി കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഒത്തിരി ആൾക്കാർക്ക് മനസ്സിലായി. താങ്ക് യു സോ മച്ച് അനീഷേട്ട ഫോർ യുവർ ടൈം. താങ്ക് യു സോ മച്ച്.